ഒന്നാമത്തെ അധ്യായം, ചാപ്റ്റർ 1, ഫസ്റ്റ് 5 വേഴ്സസ്. ജെയിംസ് ചാപ്റ്റർ 1, 1 മുതൽ 5 വരെയുള്ള വാക്യം വായിക്കുന്നു. ദൈവത്തിൻ്റെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെയും ദാസനായ യാക്കോബ് എഴുതുന്നത്: ചിതറിപ്പാർക്കുന്ന 12 ഗോത്രങ്ങൾക്ക് വന്ദനം. എൻ്റെ സഹോദരന്മാരെ, നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിന് പരിശോധന സ്ഥിരതയുളവാക്കുന്നു എന്നറിഞ്ഞ് അത് അശേഷം സന്തോഷമെന്നെണ്ണുവിൻ. എന്നാൽ നിങ്ങൾ ഒന്നിനും കുറവില്ലാതെ തികഞ്ഞവരും സമ്പൂർണരുമാകേണ്ടതിന് സ്ഥിരതയ്ക്ക് തികഞ്ഞ പ്രവൃത്തി ഉണ്ടാകട്ടെ. നിങ്ങളിൽ ഒരുത്തനും ജ്ഞാനം കുറവാകുന്നു എങ്കിൽ ഫൽസിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്നവനായ ദൈവത്തോട് യാചിക്കട്ടെ. James, a born servant of God and of the Lord Jesus Christ, to the 12 tribes who are dispersed abroad, greetings. Consider it all joy, my brethren, when you encounter various trials, knowing that the testing of your faith produces endurance, and let endurance have its perfect result, so that you may be perfect and complete, lacking in nothing. But if any of you lacks wisdom, let him ask of God, who gives to all generously and without reproach, and it will be given to him. ആമേൻ. യാക്കോബ് എഴുതുന്ന എപ്പിസ്റ്റലിൽ നിന്നാണ് നമ്മൾ ഇന്ന് ധ്യാനിക്കാനായിട്ട് പോകുന്നത്. The letter of James, from that epistle we are going to meditate. 5 വാക്യം അതിൻ്റെ വേർഡ് ബൈ വേർഡ് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് കർത്താവ് ശരണപ്പെടുകയാണ്. I'm going to explain word by word first 5 verses of this first chapter. ഒന്നാമത്തെ വാക്യം ഇൻട്രൊഡക്ഷൻ ആണ്. First verse is an introduction. ഈ എപ്പിസൽ വളരെ പ്രാക്ടിക്കൽ എപ്പിസലാണ്, വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ളൊരു എപ്പിസലാണ്. This epistle is a very practical application epistle. എന്ന് പറഞ്ഞാൽ വിശ്വാസം ചുമ്മാ പറഞ്ഞാൽ പോരാ, അതെന്താ ചെയ്യണം, പ്രവൃത്തിയിൽ കാണിക്കണമെന്ന് വളരെ സ്ട്രോങ് ലാംഗ്വേജ് പറഞ്ഞേക്കുന്ന ന്യൂ ടെസ്റ്റ്മെന്റിലെ എപ്പിസലാണ് ജെയിംസിന്റെ എപ്പിസൽ. Faith should always be accompanied by works. That is strongly represented in the book of James. Epistle of James. ഫെയ്ത്തും ഗോഡ്ലിനെസ്സും പ്രൊഫസ് ചെയ്താൽ പോരാ, അത് പ്രാക്ടിക്കലാക്കണം. അതാണ് ഈ ലേഖനത്തിന്റെ തീം എന്നുള്ളത്. Faith and works, it's not something to be professed, but it should be worked out. നിങ്ങൾ ഒന്നാമത്തെ വാക്യം നോക്കിയേ. മറ്റ് റൈറ്റേഴ്സിൽ നിന്ന് ഒരു ഇൻട്രൊഡക്ഷനും ഇല്ലാതെ ജസ്റ്റ് ഒരു സെന്റൻസ് പറഞ്ഞിട്ട് റൈറ്റ് അവേ സബ്ജക്റ്റിലോട്ട് കയറുകയാണ്. Without any introduction compared to the other epistles, he is just introducing himself with just one sentence, and then he is going straight to the point. മറ്റ് എപ്പിസോഡൊക്കെ വായിച്ചാൽ നിങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു, നിങ്ങളെ ഒരു ടിപ്പിക്കൽ ഇൻട്രൊഡക്ഷൻ മറ്റ് എപ്പിസോഡ്സിനുണ്ട്. പക്ഷേ ജെയിംസ്, ഇത് യേശുവിൻ്റെ സഹോദരൻ ജെയിംസ് ആണ്, അപ്പോസ്റ്റൽ ജെയിംസ് അല്ല. ഞാനിനി അറിയാതെ അപ്പോസ്റ്റൽ എന്ന് പറഞ്ഞാലും അപ്പോസ്റ്റൽ ജെയിംസ് അല്ല കേട്ടോ. ഇത് യേശുവിൻ്റെ സഹോദരൻ ജെയിംസ് ആണ്. യാക്കോബ് എഴുതുകയാണ്, വളരെ സ്ട്രെയിറ്റ് ആയിട്ട് കാര്യം പറയുക. ചിതറിപ്പാർക്കുന്ന 12 ഗോത്രങ്ങൾക്ക് ഇസ്രായേൽ പൗരതയോട് സംബന്ധമുള്ളതുകൊണ്ട് നമ്മളും ആ ഒരു ഗണത്തിലാണ് എന്ന കാര്യം മറന്നു പോകരുത്. This epistle is not written by Apostle James, but it is the brother of Jesus, James. He wrote this, and he is actually coming straight to the point without any exhortation or introduction or salutation to any churches, but he is just introducing himself with one sentence and going straight to the point to the 12 tribes who are dispersed abroad. 2 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ ഈ എഴുതുന്ന അല്ലെങ്കിൽ റെസിപ്പിയൻ്റ് ആയിട്ട് നിൽക്കുന്ന ഈ ദൈവമക്കൾ സിവിയർ ട്രയൽസിലൂടെ പോവുകയാണെന്ന് മനസ്സിലാക്കാം. വളരെ ക്രൈസിസ്, വളരെ കഷ്ടത, പെർസിക്യൂഷൻ, സഫറിങ്ങിലൂടെ പോവുകയാണ്. Verse 2, it shows that the brethren in that area was undergoing through severe trials. അങ്ങനെ ആ സിവിയർ ട്രയൽസ് 2 സ്ഥലത്തു നിന്നാണ് ഇവർക്കുണ്ടായത്. 2 സ്ഥലം. This severe trials they came from 2 different places. ഒന്ന്, റോമൻ ഗവൺമെന്റ് ഇവരെ പീഡിപ്പിക്കുന്നുണ്ട്. 2, ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന മറ്റ് ജൂസ് ഇവരെ പീഡിപ്പിക്കുന്നുണ്ട്. The persecution arose from 2 sides. One is from the Roman government, and the other is from the brothers of Jewish brothers amongst themselves. ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ എൻ്റെ വിശദീകരണത്തിലേക്ക് പോകാം. വളരെ ഫെയ്ത്ത്ഫുള്ളായി കർത്താവിനെ സേവിക്കുന്ന ഈ ദൈവമക്കൾക്ക് തീവ്രമായ
കഷ്ടതകൾ ഉണ്ടാകുന്നു, തീവ്രമായ വേദനകൾ ഉണ്ടാകുന്നു. നമുക്കറിയില്ല വൈ, എന്താണ് അങ്ങനെ സംഭവിക്കുന്നതെന്നറിയില്ല. പക്ഷേ അതിൻ്റെ പർപ്പസ് നമുക്കറിയാം. ഒരു ഏജ് ഓൾഡ് ക്വസ്റ്റ്യൻ ആണ്, വൈ ഡു ദ റൈച്ചസ് സഫർ എന്ന ക്വസ്റ്റ്യൻ. We can see here the people who are living righteously, they are encountering severe trials. We are not sure why the righteous are suffering. ഒരു കാര്യം കൂടെ പറയാം. രക്ഷിക്കപ്പെട്ട ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം തമ്പുരാൻ്റെ ആ കൺട്രോളിലാണ് നമ്മുടെ എല്ലാ കഷ്ടതകളും എന്ന കാര്യം മറന്നു പോകരുത്. We should never ever forget that whatever trials happen to anyone who is really born again, these are all happening under the control of our Lord and Savior Jesus Christ. ഒരിക്കൽ ശീമോനോട് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പറഞ്ഞു, സാത്താൻ ഗോതമ്പ് പോലെ പാറ്റാൻ എന്നോട് അനുവാദം എന്ത് ചെയ്തെന്ന. നിങ്ങളെ വാക്ക് ശ്രദ്ധിച്ച്, ദൈവത്തോട് പെർമിഷൻ ചോദിക്കുകയാണ് സാത്താൻ. അത് ഇയ്യോബിൻ്റെ കാര്യത്തിൽ അങ്ങനെ തന്നെയല്ലേ? അങ്ങനെങ്കിൽ നമ്മുടെ എല്ലാ ക്രൈസിസിലും ദൈവത്തിൻ്റെ അനുവാദവും ദൈവത്തിൻ്റെ പദ്ധതിയുമില്ലാതെ ഒരു കഷ്ടങ്ങളും ദൈവമക്കളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല എന്ന് ബൈബിൾ അടിവരയിടുന്ന അൾട്ടിമേറ്റ് ട്രൂത്താണ്. This is an ultimate truth, and Bible is very much affirming that truth, that no matter what is happening in a child of God's life, no matter what it is happening, it is all controlled by our God. ഒരു ഭക്തൻ പറഞ്ഞ വാചകം ഇങ്ങനെയാണ്, എവറിത്തിങ് ദാറ്റ് ഹാപ്പൻസ് in the life of a child of God is very much under the providential control of an almighty loving father. Amen. Hallelujah. Praise the Lord. Praise the Lord. എത്ര അനുഗ്രഹമാണല്ലേ ദൈവ ആ സ്നേഹവാനായ പിതാവിൻ്റെ നിയന്ത്രണത്തിലും അവൻ്റെ അനുവാദത്തിലും അല്ലാതെ ഒരു പേഴ്സിക്യൂഷനും ഒരു കഷ്ടങ്ങളും ദൈവമക്കൾക്ക് സംഭവിക്കുന്നില്ല എന്ന് തിരുവെഴുത്ത് വെരി ക്ലിയർ ആയിട്ട് പറയുകയാണ്. Word of God very much assures that without that providential control of our sovereign Lord, nothing happens in a child of God. ഇവിടുത്തെ നമ്മൾ അതിൻ്റെ വിഷയത്തിലേക്ക് പോകാനായിട്ട് പോവുകയാണ്. ഞാൻ 5 കാര്യം 2 മുതൽ 5 വരെയുള്ള വാക്യത്തിൽ നിന്ന് പറയാനായിട്ട് പോവുകയാണ്. 5 കാര്യം. I am going to specify 5 things from verses 2 through 5. ഇവിടെ ഇതിൻ്റെ പ്രധാന സബ്ജക്റ്റ് എന്നുള്ളത് നമ്മുടെ ഫെയ്ത്ത് ജെനുവിൻ ആണോ എന്നറിയാനാണ് ട്രയൽസ് എന്ന് ജെയിംസ് എഴുതുകയാണ്. നമ്മുടെ ഫെയ്ത്ത് ജെനുവിൻ ഫെയ്ത്ത് ആണോ എന്നറിയാനാണ് ക്രൈസിസ് കർത്താവ് അനുവദിക്കുന്നത് എന്നാണ് ജെയിംസ് എഴുതുന്നത്. James is writing this epistle because all the trials, various trials are appearing to a child of God in order to test our faith and to test that whether it is genuine. ഞാനൊരു 3-4 വാക്യം ഒന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ എക്സ്പ്ലനേഷനിലേക്ക് വരാം. I would like to mention a couple of verses and then I am coming back to it. നോട്ട് ചെയ്യുന്നവർ നോട്ട് ചെയ്താൽ മതി. ജോബ് 5:7 5:7 ഇങ്ങനെ വായിക്കുന്നത്, തീപ്പൊരി ഉയരെ പറക്കും പോലെ മനുഷ്യർ കഷ്ടതയ്ക്കായി ജനിച്ചിരിക്കുന്നു. Amen. For man is born of trouble as sparks fly upward. ജോബ് 14:1 വായിക്കുന്ന ഇങ്ങനെയാണ്, സ്ത്രീ പ്രസവിച്ച മനുഷ്യൻ അല്പായുസുള്ളവനും കഷ്ടസമ്പൂർണനുമാകുന്നു. A man who is born of woman is short-lived and full of turmoil. സങ്കീർത്തനം 22:11 ഇങ്ങനെ വായിക്കുന്ന, കഷ്ടം അനുഭവിക്കിയാൽ എന്നെ വിട്ട് അകന്നിരിക്കരുതേ, സഹായിപ്പാൻ ആരുമില്ലല്ലോ. In Psalms chapter 22 verse 11, it shows that be not far from me, for trouble is near, for there is no one to help. ബൈബിൾ വെരി ക്ലിയർ ആണ്, നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനത്തെ സഫറിങ് ഉണ്ട്. അങ്ങനെയാണ് തിരുവെഴുത്ത് നമ്മളോട് ആരംഭം മുതൽ അവസാനം വരെ പറയുന്നത്. Suffering is real. That is what Bible is stating from the beginning till the end. എന്നാൽ ഈ എപ്പിസോഡിന്റെ പർപ്പസ് എന്നുള്ളത്, സഫറിങ് വരുമ്പോൾ ആ കഷ്ടതയുടെ നടുവിൽ ആ സഫറിങ്ങിൽ എങ്ങനെ സന്തോഷിക്കാം, എങ്ങനെ ആനന്ദിക്കാം, എങ്ങനെ നമ്മുടെ വിശ്വാസം ജനുവിനാണെന്നും അതിൻ്റെ ആ റഫ് എഡ്ജസ് ഒക്കെ മാറ്റി അതിനെ പ്യുവറാണെന്ന് തെളിയിക്കാനായിട്ടാണ് ക്രൈസിസ് ഓരോ ദൈവമക്കളുടെ ജീവിതത്തിലും അനുഭവിക്കുന്നത് എന്നാണ് ആദ്യത്തെ 5 വാക്യങ്ങൾ നമ്മളോട് പറയുന്നത്. First 5 verses is telling us that when a child of God encounter various trials, it is sent to test our faith whether it is genuine, and in order to make us having some endurance. That's the reason he is sending us certain trials in a child of God's life.
രണ്ടാമത്തെ വാക്യം ആദ്യത്തെ വിശദീകരണത്തിലേക്ക് പോവുകയാണ്. ദ റിയാലിറ്റി ഓഫ് അവർ ട്രയൽസ്. The reality of our trials we can see from verse 2. വാക്കുണ്ടോ? എൻ്റെ സഹോദരന്മാരെ, നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ എന്നാണ് വാക്യം. And we can see verse 2, consider it all joy, my brethren, when you encounter various trials. വെൻ യു എൻകൗണ്ടർ, അതായത് ഇഫ് യു എൻകൗണ്ടർ എന്നല്ല, നിങ്ങൾ ആ വാക്യം കണ്ടോ? വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ, അകപ്പെട്ടാലെന്നല്ല, വന്നേക്കാമെന്നല്ല, ഇറ്റ് ഈസ് ഷുവർ, 100% ഷുവർ. അങ്ങനെയാണ് തിരുവെഴുത്ത് എഴുതിയിരിക്കുന്നത്. എൻ്റെ സഹോദരന്മാരെ, നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ. We can see very clearly trial is real. The reality of trial is very clearly represented. In verse 2, it is stated like this, when you encounter. It is not written like this, if you encounter, but it is very clearly written like that, when you encounter various trials, consider it joy. നിങ്ങൾ ഒരു 2-3 പേജ് മുന്നോട്ട് മറിച്ചേ. ഫസ്റ്റ് പീറ്റർ 1:6 അങ്ങനെ തന്നെ ഒരു പ്രയോഗമുണ്ട്. അതിൽ 1 പത്രോസ് 1:6, അതിൽ നിങ്ങൾ അല്പനേരത്തേക്ക് നാനാ പരീക്ഷകളാൽ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും വന്നേക്കാമെന്നല്ല, ഇറ്റ് ഈസ് ഷുവർ, 100% ദൈവമക്കൾക്ക് സഫറിങ് എല്ലാ നിലയിലും ഉണ്ടെന്നുള്ളത് വെരി ക്ലിയർ ആയി ബൈബിൾ പറയുകയാണ്. A child of God is always has various trials, and it is very clearly represented from the beginning till the end of the Bible. And we can see in the next epistle, Peter also wrote like this, if necessary, when you have been distressed by various trial, you greatly rejoice. അതുകൊണ്ട് ഈ 2 വാക്യത്തിൽ നിന്ന് കാര്യം വെരി ക്ലിയർ അല്ലേ? ദ റിയാലിറ്റി ഓഫ് സഫറിങ്. അത് സുവിശേഷം നിമിത്തം മാത്രമാകണമെന്നില്ല. രോഗമാകാം, പ്രയാസമാകാം, കഷ്ടതയാകാം, നാനാ പരീക്ഷകൾ. നാനാ എന്ന് പറഞ്ഞാൽ എന്നാ? മൾട്ടിപ്പിളായിട്ടുള്ള, വിവിധമായിട്ടുള്ള, പല നിലയിലുള്ള പ്രതിസന്ധി എന്നാണ് അതിൻ്റെ അർത്ഥം. We can see that the trials may appear in different forms and various ways. It might be sickness or it might be in another ways. So we can see in multiple ways trials will come and it is real. നമ്മുടെ കർത്താവ് പറഞ്ഞിട്ടില്ലേ, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്. John 16:33, Lord Jesus said that you have troubles on this world. സങ്കീർത്തനത്തിൽ മനോഹരമായൊരു വാക്യമില്ലേ, നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, അവ എല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടുവിക്കുന്നു. മൾട്ടിപ്പിൾ ആണ്, നിരവധിയാണ്, മാനിഫോൾഡ് ആണ്, നാനാ വിധമാണ് എന്ന് തിരുവെഴുത്ത് വെരി ക്ലിയർ ആണ്. ട്രയൽസ് ആർ റിയാലിറ്റി. Trial is real. Even Psalmist also is saying that a righteous man will face various trials, but he will not be discouraged. Manifold phases of trial we can see throughout the Bible. വളരെ മനോഹരമായ ഒരു വാക്യമുണ്ട്. 1 പത്രോസ് 4:12 വാക്യം ഇങ്ങനെയാണ്. ഒരു അപൂർവ കാര്യം, ഫസ്റ്റ് പീറ്റർ 4:12, അവിടുത്തെ ഒരു പ്രയോഗം ഇങ്ങനെയാണ്, ഒരു അപൂർവ കാര്യം വന്നെന്ന് നിങ്ങൾ ആരും എന്ത് ചെയ്യരുതെന്ന്. Surprised. കണ്ടോ? അതായത് എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമ്പം ദൈവമക്കൾ ഓർക്കരുത്, അയ്യോ ഇതൊരു അപൂർവമാണ്. ചില ഡോക്ടർമാർ പറയുന്ന പോലെ 10 ലക്ഷം പേരിൽ ഒരാൾക്ക് ഇത്. ഒരാളെന്നോട് പറഞ്ഞ, എൻ്റെ ബ്രദറെ, അത് എൻ്റെ വീട്ടിൽ എന്ത് ചെയ്തെന്നാ, നാളെ നമ്മുടെ വീട്ടിൽ അത് വരുമെന്ന് അറിയാൻ പാടില്ല, കർത്താവിൻ്റെ കാരണം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം. ഇത്രയും പറഞ്ഞതെന്ന് മനസ്സിലായോ? സഫറിങ് ഈസ് റിയൽ. കഷ്ടതകൾ ദൈവമൊക്കെ കൊണ്ട് അത് ഗോസ്പൽ നിമിത്തം മാത്രമാകണമെന്നില്ല. ഏതെല്ലാം നാനാവിധത്തിൽ ഒരിക്കലും നമുക്ക് ആൻസർ കണ്ടെത്താത്ത നിലത്തിൽ ക്രൈസിസ് ഉണ്ട്, ട്രയൽസ് ഉണ്ട്, പെർസിക്യൂഷൻ ഉണ്ട്, സഫറിങ് ഉണ്ട്. പലർക്കും പല വിധമായിരിക്കും എന്നാണ് തിരുവെഴുത്ത് പറയുന്നത്. നമ്മൾ വായിച്ച വാക്യം, എൻ്റെ സഹോദരന്മാരെ, നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ. So trial is real. It is appearing in different forms. It might not be just due to the gospel, but it can appear in various forms and in various ways in each person's life. And we are seeing that various trials are really imminent and it is very real. ഇന്നത്തെ ഗോസ്പലുകാർ പറയുന്നത് ഇങ്ങനെയൊന്നും ഉണ്ടാകുകയില്ല, അത് ഉണ്ടാകണമെങ്കിൽ പോരാട്ടമാണ്, പിശാചാന്നൊക്കെയാണ് പറയുന്നല്ലേ. അതിനെ നിങ്ങൾ കേട്ടിട്ടില്ല. ഞാൻ TV തുറന്നാൽ അത് മാത്രമേ കേൾക്കാറുള്ളൂ. Currently, gospel preachers are preaching that nowadays we do not have any trials when you go to Christianity. They are promising that there won't be any pains or troubles. ഞാൻ ഓർക്കാം, ഇത്രയും ഫൂളിഷ് ആയിട്ടൊരു സെൻറ്റൻസ് വേറെ ഉണ്ടോ? ഞാനല്ലേ പറയുന്നത്, നിങ്ങളൊന്ന് തലയാട്ടിയാൽ മാത്രം മതി. Hallelujah. സ്തോത്രം. ഉണ്ടോ? ഏറ്റവും ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിച്ച ആൾ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവാണ്. കർത്താവിൻ്റെ ക്രൈസിസ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഞാനൊരു 7-8 എഴുതി വെച്ചിട്ടുണ്ട്. So we can see the പിന്നെ best. നമ്മുടെ ഫേവറേറ്റ് ഒരാളുണ്ടല്ലോ, പോള്. എന്നതായിരുന്നു
ആരംഭം മുതൽ സുവിശേഷ നിമിത്തമാണോ ഏതെല്ലാം കഷ്ടമാണെന്ന് വായിച്ചാൽ തീരാത്ത പോലെ ക്രൈസിസ് ആയിരുന്നു. ബൈബിൾ ഈസ് വെരി ക്ലിയർ ആണ്, കഷ്ടത ഉണ്ട്. And we can see that the best example we can look unto is Lord Jesus Christ. When he came into this earth, how much he suffered. We can see the trials, persecutions, and all the things he suffered. And also another example, Paul the apostle, how much he suffered. And so it is very clear that trials are real. ഒരു പ്രൈസിലോട് പറഞ്ഞേ. Praise the Lord. Hallelujah. സ്തോത്രം. Praise you, Lord. പ്രിയപ്പെട്ടവരെ, ചില ക്രൈസിസ് ഒക്കെ വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അന്നേരം നല്ലതായിട്ട് മനസ്സിലാകുകയില്ല, കുറച്ച് കാലം കഴിയുമ്പോൾ മനസ്സിലാക്കും കർത്താവിന് എന്നെ അവിടെ നിർത്താനായിട്ട് അതൊക്കെ എന്ത് ചെയ്യണമായിരുന്നു, അനുവദിക്കണമായിരുന്നു. അങ്ങനെയൊക്കെ വന്നുകൊണ്ടല്ലേ നമ്മൾ ഇന്ന് വിശുദ്ധിക്കും വേർപാടിനും ഒക്കെ സ്ഥാനം കൊടുക്കാൻ കാര്യം അല്ലേ? In our lifetime, since we faced many trials in the past, that is the reason we are still standing strong and we are trying to live a holy living. മാനിഫോൾഡ് ട്രയൽസ് ഉണ്ട്. Amen. അതാണ് ഒന്നാമത്തെ കാര്യം. First thing is there is an existing manifold trials are real. രണ്ടാമത്തെ കാര്യം മൂന്നാം വാക്യത്തിനകത്തുണ്ട്. റീസൺ ഫോർ ട്രയൽസ് ഇൻ അവർ ലൈഫ്. And റിയാലിറ്റിയാണ്, രണ്ടാമത്തത് റീസൺ ഫോർ ട്രയൽസ് ഇൻ അവർ ലൈഫ്. And the third verse we can see that the reason for the trial. രണ്ട് റീസണാണ്. എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ഭാഗം അതല്ല, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പോകാം. രണ്ട് റീസണാണുള്ളത്. ഒന്ന്, നമ്മുടെ വിശ്വാസം ട്രൂ ആണോ എന്ന് പരിശോധിക്കുക. അതാണ് ഒന്നാമത്തെ റീസൺ. Two reasons are there. First reason is testing of our faith, whether it is genuine. രണ്ടാമത്തെ റീസൺ എന്നുള്ളത് നമ്മുടെ കറയും ചുളുക്കവും ഒക്കെ മാറ്റി നമ്മുടെ ആ റഫ് എഡ്ജസ് ഒക്കെ ഒന്ന് ശരിയാക്കി നമ്മളെ സ്മൂത്തനാക്കാനായിട്ടാണ് ട്രയൽസ് എന്നാണ് ജെയിംസ് പറയുന്നത്. രണ്ട് കാര്യം. The second reason, in order to make us perfect or smoothen our rough edges, that is the reason for the trial in a നമ്മളെ child of പറ്റിയുള്ള God's life. കർത്താവിന്റെ അൾട്ടിമേറ്റ് പർപ്പസ് എന്താണെന്നറിയാമോ? തൻ്റെ പുത്രനെ പോലെ നമ്മെ ആക്കുക എന്നുള്ളതാണ്. ആ പ്രോസസ്സിലേക്ക് നമ്മളെ ഏത് വഴിയിലൂടെ കടത്തിവിടണമെന്ന് നമുക്കറിയില്ല, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനറിയാം. അതുകൊണ്ട് നമ്മുടെ റഫ് എഡ്ജസ് ഒക്കെ മാറി തൻ്റെ പുത്രന്റെ സ്വരൂപത്തോട് ഓരോ ദിവസവും അനുരൂപമായി താൻ വരുമ്പോൾ താൻ ഇരിക്കും പോലെ തന്നെ അവനെ കാണേണ്ടതാകേണ്ടതിനാണ് ട്രയൽസിന്റെ പർപ്പസ്. The purpose of trial is Father God wants each of his children to be like his son Jesus Christ. In order to make us holy, he is sending trials in a child of God's life. ഒരു വിശുദ്ധനെ സംബന്ധിച്ചിടത്തോളം ട്രയൽസ് അവൻ ഒന്നും നഷ്ടം വരുത്താറില്ല, അവന് ലാഭം മാത്രമേ ഉണ്ടാകാറുള്ളൂ. എന്താണ് അതിൻ്റെ അർത്ഥം എന്നറിയാമോ? 3 എബ്രായ ബാലന്മാർ ബന്ധനവുമായിട്ടാണ് പരിശോധനയിലേക്ക് പോയത്. തിരികെ വന്നപ്പോൾ 4മതൊരുവന്റെ കൂടെ തേജസ് വർദ്ധിച്ചവരായി പുറത്തു വന്നു. അതാണ് അതിന്റെ പർപ്പസ്. Testing of our faith produces perseverance, because we can see we will become holy when we face trials. The best example we can see in the Old Testament, the 3 boys, Shadrach, Meshach and Abednego, when they went to the fiery furnace, they came out with a 4th person, came more holier than they went into the fire. തീയിൽ ശോധന കഴിക്കുക എന്നാണ് മറ്റൊരു വാക്ക് ഈ സഫറിങ്ങിനെ പറ്റി പറഞ്ഞേക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്നാണെന്നറിയാമോ? നമ്മുടെ ഇംപ്യൂരിറ്റീസ് ഒക്കെ ഒന്ന് മാറാൻ വേണ്ടിയാണ്. അതാണ് അതിൻ്റെ അൾട്ടിമേറ്റ് പർപ്പസ്. And when a gold is tested by fire, it is getting purified. Similarly, tests and trials in a child of God's life makes him holy. പണ്ടൊരാൾ പറഞ്ഞേ, ഞാൻ ഇതുവരെയും കുതിരപ്പുറത്തൊന്നും വീണിട്ടില്ലെന്ന് പറഞ്ഞു. One time, one person said, I never fell from a horse. അന്നേരം കേട്ടെന്ന് ചോദിച്ചു, ഭയങ്കര അത്ഭുതമായി പോലോ. And then the person who heard asked him, oh, that's so wonderful to hear that. സാധാരണ കുതിരപ്പുറത്ത് കയറുന്നവരൊക്കെ ആദ്യം കുതിര ഓടുമ്പോൾ വീഴും. Usually, നമ്മുടെ ലാംഗ്വേജ് പറയാം, സൈക്കിൾ കയറ്റം അറിയാതെ എത്ര പേര് വീണിട്ടുണ്ട്? ഞാൻ വീണിട്ടുണ്ട്. Whenever we learn how to ride a bicycle, we usually tend to fall a lot. അന്നേരം ഈ കുതിരപ്പുറത്തൊന്നും വീണിട്ടില്ല എന്ന് പറഞ്ഞ ആളോട് ചോദിച്ചു, അത് ഭയങ്കര അത്ഭുതമാണല്ലോ എന്ന് പറഞ്ഞ പുള്ളി പറയാം, ഞാൻ ഇതുവരെ കയറിയിട്ടില്ലെന്ന്. When the other person asked, this is an amazing thing, you didn't fall from a horse, then that person said, I never get on to a horse. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായോ? കുതിരപ്പുറത്ത് കയറിയിട്ടുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും വീഴും. ബൈസിക്കിളിലാണേലും അല്പം സ്കിന്നും ബ്ലഡും ഒന്നും പോകാതെ
അത് ശരിയാകുകയില്ല. സഫറിങ്ങിന് 2 ലക്ഷ്യത്തോടാണ് തന്നേക്കുന്നത്. Hallelujah. ഒന്ന്, നമ്മളെ റിഫൈൻ ചെയ്യണം, Amen. നമ്മളെ പ്യൂരിഫൈ ചെയ്യണം, നമ്മുടെ റഫ് എഡ്ജസ് ഒക്കെ ഒന്ന് സ്മൂത്തൻ ചെയ്യണം. ഞാനിങ്ങനെ കൈയടിക്കുകയും പ്രസംഗിക്കുകയും മാത്രം ചെയ്യുന്ന ആളാണോ എന്ന് കർത്താവിനറിയാം. പക്ഷെ അത് ലോകത്തിനൊന്ന് അറിയണം. അതാണ് സഫറിങ്ങിൻ്റെ ആ പർപ്പസ് എന്നുള്ളത്. The purpose of trial or the reason for trial is in order to make us refined, pure, so that the world can see how we are behaving when trials faces us. പ്രിയപ്പെട്ടവരെ, അല്പം കൂടെ ശ്രദ്ധ വേണം. എനിക്കറിയാം അത്രയും സ്തോത്രം പറയാൻ പറ്റുകയെന്ന് എനിക്കറിയാം. പക്ഷെ എനിക്കിത് പറയണം. Hallelujah, hallelujah. ഈ ട്രാൻസ്ഫോർമേഷൻ നമ്മളെപ്പോഴും പറയല്ലേ, കർത്താവ് വരുമ്പോൾ നമ്മൾ രൂപാന്തരപ്പെടും. എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ അത്? When he എന്നാൽ appears, അടുത്ത കാര്യം കേട്ടോണം. രൂപാന്തരപ്പെടുന്നത് ഓൾ ഓഫ് എ സഡൻ, ഒരു ഞൊടിയിടയ്ക്കുള്ളിൽ നടക്കുന്ന കാര്യമല്ല. ഇറ്റ് സ്റ്റാർട്ടഡ് ഹിയർ, ഇറ്റ് ബിഗിൻസ് നൗ. ഇത് ഇവിടുന്ന് ഇപ്പോൾ തുടങ്ങുന്നതാണ്. അപ്പോഴാണ് അതിൻ്റെ കൾമിനേഷൻ എന്നാണ് അതിൻ്റെ അർത്ഥം. amen, transformation is not happening in a twinkling of an eye. Transformation usually starts when a person born again. From the earth itself, the transformation process is happening, and the culmination will happen when we meet him face to face. നമുക്കറിയാവുന്നൊരു വാക്യമുണ്ട്, 2 Corinthians 3:16-18. എന്താണ്? മൂടുപടം. നമുക്ക് അതൊക്കെ ഇച്ചിരി വായിക്കാൻ ഒരു താല്പര്യം കുറവായിരിക്കും. അതുകൊണ്ട് നമുക്കൊന്ന് എടുത്തു നോക്കാം. 2 Corinthians 3:16-18. എനിക്കത് വായിക്കാൻ മുഴുവൻ പറയാൻ സമയമില്ല. 2 Corinthians 3:16-18 വരെ. ആ വാക്യം നിങ്ങൾ കണ്ടോ? മോശയുടെ പുസ്തകം വായിക്കുമ്പോൾ മൂടുപടം എന്നിയോളം അവരുടെ ഹൃദയത്തിൽ കിടക്കുന്നു, കർത്താവ് ആത്മാവാകുന്നു. 17-ാം വാക്യം വിട്ടിട്ട് 18-ാമത്തെ വാക്യം ശ്രദ്ധിച്ചു കേട്ടോണം. എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിൻ്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും. അവിടുത്തെ എത്ര പദമുണ്ട്? എന്താ ഈ മൂടുപടം നീങ്ങുക എന്ന് പറഞ്ഞാൽ? What is the meaning of unveiling a face, unveiled face? 16-ാമത്തെ വാക്യം കണ്ടോ? കർത്താവിങ്കിലേക്ക് തിരിയുമ്പോൾ മൂടുപടം. ഇനി എന്നെ കേട്ടെ, എന്നെ നോക്കി പെട്ടെന്ന്. അത് വളരെ വിശദമാക്കേണ്ട വാക്യ. കർത്താവിങ്കിലേക്ക് തിരിയുക എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം തന്നെ മാനസാന്തരപ്പെടുക എന്നാണ് എൻ്റെ അർത്ഥം. ബൈബിൾ വെരി ക്ലിയർ ആണ്. മാനസാന്തരം എന്ന് പറഞ്ഞാൽ റൈറ്റ് അബൌട്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. Amen. Whenever a person turns to the Lord, the veil is taken away. What is the meaning? When a person is truly born again, then that person needs to change his life 360 180. നോക്കിയേ, കർത്താവിങ്കിലേക്ക് തിരിയുമ്പോൾ, എല്ലാവരും എൻ്റെ കൂടെ വന്നേ, കർത്താവിങ്കിലേക്ക് തിരിയുമ്പം പിന്നെ മൂടുപടമില്ല. Whenever a person turns to the Lord, then there is no more a veil. പിന്നെ മൂടുപടമില്ലെന്ന് പറഞ്ഞാൽ ഞാനും എൻ്റെ കർത്താവും തമ്മിലുള്ള ആ സ്പേസിനകത്ത് വേറൊരു തടസ്സമില്ല. When we face to face with our Lord, there is nothing in between the face of Lord and me. ഞാൻ കർത്താവിങ്കിലേക്ക് തിരിഞ്ഞ് അവനോട് അവനിലേക്ക് നടക്കും തോറും അവൻ്റെ മുഖം കണ്ണാടി പോലെ എൻ്റെ അകത്ത് പ്രതിഫലിക്കുന്നു. അതിൻ്റെ പേരാ ട്രാൻസ്ഫോർമേഷൻ. Amen. Transformation is when I have the unveiled face. When I move towards God, there is holding as in a mirror. The glory of the Lord will be reflected on my face. And കർത്താവിങ്കിലേക്ക് തിരിഞ്ഞു എന്ന് പറയുന്നവന് ഒരിക്കലും പഴയ പോലെ ഇരിക്കാൻ കഴിയത്തില്ല. അവന്റെ സ്വഭാവത്തിന് മാറ്റം വരാതിരിക്കാൻ പറ്റത്തില്ല. ഓരോ ദിവസം കഴിയും തോറും കർത്താവിനെ പ്രതിഫലിപ്പിച്ചേ കഴിയുള്ളൂ. അതാണ് കർത്താവിങ്കിലേക്ക് തിരിഞ്ഞ് മൂടുപടം മാറി എന്നതിന്റെ തെളിവ്. The reality or the evidence a person is truly born again is when a person turns to God, he will be transformed. No great change will happen to that person, and he will be transformed into the same image of God. കർത്താവിങ്കിലേക്ക് തിരിഞ്ഞവൻ he cannot be remain the same. Amen. കണ്ണാടി പോലെ പ്രതിഫലിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്നാ? ആ വ്യക്തിയോട് നമ്മൾ അടുക്കും തോറും ആ റിഫ്ലക്ഷൻ ക്ലിയറായി വരും. അതാണ് മൂടുപടം നീങ്ങിയ മുഖത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം. ഇനി എനിക്കിത് പ്രസംഗിച്ച് തീർക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. മൂടുപടം മാറിയായിരുന്നോ നമ്മുടെ എല്ലാം? എല്ലാവരും കേട്ടെ, മൂടുപടം മാറിയായിരുന്നോ? ആ മൂടുപടം മാറി എന്നുള്ളതിന്റെ തെളിവെന്നാ? കർത്താവിലേക്ക് തിരിഞ്ഞെന്നുള്ളതാ. അതിന്റെ പബ്ലിക് വിറ്റ്നസ് എന്നാ? എന്നിൽ കർത്താവിനെ കാണാം.
Hallelujah. We need to test whether our veils are changed. What is the evidence whether our veils are changed? When we face to face appear with God, there will be a transformation. If there is a great change, since you or I are born, then that is a true transformation. ഇതാണ് ട്രാൻസ്ഫോർമേഷൻ. Amen. Hallelujah. ഇതാണ് പരിശോധനയുടെ പർപ്പസ്. This is the purpose of trials. The difficulties of life are intended by God to refine our faith. Amen. Hallelujah. Hallelujah. Praise the Lord. രണ്ട് കാര്യം കിട്ടില്ലേ, മൂന്ന് കാര്യം ഇവിടെ പറയണം. ക്ലിയർ ആണോ? വാക്യങ്ങൾ Hallelujah. ക്ലിയർ ആണോ? സ്തോത്രം. ഇത് ഇങ്ങനെ പറഞ്ഞു പോകുന്നതേ ഈ ഒരാഴ്ചയല്ല, ആയുസ് മുഴുവൻ ഇത് ഹൃദയത്തിലുണ്ടാകണം. മൂടുപടം കൈയടിക്കുന്നവരുടെ മൂടുപടം നീങ്ങുന്ന വേദപുസ്തകത്തിൽ വായിക്കുന്നില്ല, ഉണ്ടോ? പ്രസംഗിക്കുന്നവന്റെ മൂടുപടം നീങ്ങിയതാന്ന് വേദപുസ്തകത്തിൽ വാക്യമുണ്ടോ? ഇല്ല. കർത്താവിനോട് അടുക്കും തോറും, ഒരു കണ്ണാടിയോട് അടുക്കും തോറും റിഫ്ലക്ഷൻ ക്ലിയറായി വരുന്ന പോലെ മൂടുപടമില്ലാത്തവൻ്റെ റിഫ്ലക്ഷൻ കർത്താവിനെ അവന് റിഫ്ലക്റ്റ് ചെയ്യുന്നത് കഴിഞ്ഞ സൺഡേയിലേക്കാൾ ഈ സൺഡേ ക്ലാരിറ്റി ആയിട്ട് വരണം. അതാണ് കർത്താവിനോട് അടുക്കുന്നു, രൂപാന്തരപ്പെടുന്നു എന്നതിൻ്റെ അടയാളം. The transformation shows that there should be a change from glory to glory. When we, with an unveiled face, beholding as in a mirror, the glory of the Lord are being transformed into the same image from glory to glory, just as from the Lord the Spirit. റിയാലിറ്റി നമ്മൾ ചിന്തിച്ചു, ഉറപ്പാണ്. റീസൺസ് രണ്ട് കാര്യം നമ്മൾ ചിന്തിച്ചു. മൂന്നാമത്തേത് അവർ റെസ്പോൺസ്. Amen. We already meditated about the reality and the reasons, and the third point is our response towards the trials. ഭയങ്കര വൈരുദ്ധ്യമായ കാര്യങ്ങളാണ് താഴോട്ട് വായിക്കുന്നത്. സഹോദരന്മാരെ, നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന സ്ഥിരതയുളവാക്കുന്നു എന്നറിഞ്ഞ് അത് അശേഷം സന്തോഷം എന്ന് എണ്ണുവിൻ. എത്ര വാക്കാണ്? സ്ഥിരതയുളവാക്കുന്നു, അശേഷം സന്തോഷം എന്ന് എണ്ണുവിൻ. We can see next thing. It produces endurance and consider it all joy. കഷ്ടതയോടുള്ള നമ്മുടെ റെസ്പോൺസ് എന്തായിരിക്കണം? What should be the response to a suffering or a trial? വെരി ക്ലിയർ ആണ്. അശേഷം സന്തോഷം. എന്നെ പറ്റി ആ ഒരു ജീവനില്ലല്ലോ. Consider it all joy. ഞാൻ ഇടയ്ക്കൊക്കെ ചോദിക്കുന്ന, എന്നാലും ഒന്നുകൂടെ ആവർത്തിക്കും. ഈ പ്രസംഗിച്ചാൽ ഒരു ചർച്ചിലും കീബോർഡ് വായിക്കാൻ പറ്റുമില്ല. ഞാൻ പണ്ടൊരു കാര്യം പറഞ്ഞിട്ടില്ലേ, എന്നെ ഒരു ചർച്ച് പ്രസംഗിക്കാൻ വിളിച്ചു. 2 മണിക്കൂർ 1.5 മണിക്കൂർ ടൈം തന്നു. കീബോർഡുകാരൻ അതേ തൊടാൻ പോലും പറ്റിയില്ല. പുള്ളി അവിടെ തന്നെ. ഞാൻ ചോദിച്ചു, ചേട്ടൻ എന്തിനാണ് അവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ചു. എനിക്കറിയത്തില്ലായിരുന്നു. So if I deliver in this way, no one can play behind a background music. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ന്യൂ ടെസ്റ്റ്മെൻ്റ് അല്ല, ഹോൾ ബൈബിളിൽ ഏത് പാസേജ് എടുത്താലും ഇങ്ങനെയാണ് അതിൻ്റെ മീനിങ്. Hallelujah. No matter whether it is from the Old Testament or New Testament, this is how we need to interpret or expose the Bible. അശേഷം സന്തോഷം എന്ന് എന്ത്? അശേഷം സന്തോഷം എന്ന് പറഞ്ഞാൽ Consider it all joy. What is the meaning of all joy? എന്ന് പറഞ്ഞാലേ സങ്കടവും പ്രയാസവും വരുമ്പം ചിരിച്ചുകൊണ്ടിരിക്കാന്നാണോ നിങ്ങൾ പറഞ്ഞു? ആർക്കെങ്കിലും പറ്റുമോ? Are we able to laugh or smile when we face severe trial? നമ്മുടെ ജീവിതത്തിൽ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു കാര്യം നടന്നാൽ ചിരിക്കാൻ പറ്റില്ല. We are never able to smile if we face an unexpected situation in our life. നമുക്ക് ദുഃഖമായിരിക്കും, കണ്ണുനീരായിരിക്കും, വേദനയായിരിക്കും. പക്ഷേ വാക്യം കണ്ടോ? അശേഷം സന്തോഷമെന്ന് എന്നാണ്. അന്നേരം അതിൻ്റെ അർത്ഥം എന്നാ? Stotram, stotram. What is the meaning? When we face many trials, consider it all joy. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനും ഇങ്ങനെ പറഞ്ഞു വിടാം. നമ്മുടെ സന്തോഷത്തിൻ്റെ ആധാരം എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒന്നുമല്ല. നമ്മുടെ സന്തോഷത്തിൻ്റെ ആധാരം ഇൻറ്റേണലായിട്ട് ഇതിൻ്റെ പിന്നിലെ ഒരു ദൈവിക പദ്ധതി എനിക്കറിയാം. അതാണ് റീസൺ ഫോർ ദ ജോയ്. The reason for the joy is we know whatever the severe trials we are facing, we know there is a purpose behind it. നമുക്ക് കഷ്ടം വരുമ്പോൾ 4 നിലയിൽ പ്രതികരിക്കുമെന്നാണ് പറയുന്നത്. 4 നിലയിൽ. Usually when a person faces a trial or a difficult situation, that person will react in 4 different ways. 4 അതിൽ കൂടുതലാണ്. നമുക്ക് 4 മതി. We can think 4 different ways a normal person will retaliate to a trial. ഒന്ന് കംപ്ലൈന്റ് ചെയ്യും. First thing is they usually complain about the trial. എന്നാലും കർത്താവ് എന്നോട് എന്തിനാണ് ചെയ്തത് നമ്മളെല്ലാവരും ചോദിക്കും. Usually we tend to ask, why did God did this to me? രണ്ടാമത്തെ റെസ്പോൺസ് എന്താണെന്ന് അറിയാമോ? സെൽഫ് പിറ്റിയാണ്. എന്നാൽ എന്നോട് മാത്രം അത് ചെയ്തില്ല, അപ്പുറം ഇരിക്കുന്നവർക്ക് കുഴപ്പമില്ലല്ലോ.
The second thing is, we think self-pity. Why it happened to me? Not anyone next to me, it's happening. ചർച്ചിൽ വേറെ ആർക്കും ഒരു കുഴപ്പമില്ലല്ലോ കർത്താവേ. There is no problem for any other families. Why I? മൂന്നാമത്തെ റെസ്പോൺസ് ഡിസ്കറേജ്മെന്റ് ആണ്. അന്ന് പിന്നെ അടുത്ത ആഴ്ച യോഗത്തിന് പോകുന്നില്ല. The third response is discouragement. I'm not going to attend any of the services anymore. എല്ലാ പ്രാർത്ഥനയ്ക്കും പോയിട്ട് എന്നെ കാണിക്കാൻ വിശ്വാസി എന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം? What is the purpose of going and attending all services, and what is the purpose of keeping my faith? ഇതൊക്കെ നമുക്കുണ്ടാകുന്ന കാര്യമല്ലേ. പക്ഷെ എന്താ യാക്കോബ് പറഞ്ഞേക്കുന്നത്? Consider it all joy. കൺസിഡർ ഇറ്റ് ഓൾ ജോയ്. Amen. ഓൾ ജോയ് എന്ന് പറഞ്ഞാൽ ആ വാക്കിൻ്റെ അർത്ഥം എന്നാണെന്നറിയാമോ? ഓൾ എന്ന വാക്കിൻ്റെ അർത്ഥം പ്യുവർ ജോയ്, ഹയസ്റ്റ് ജോയ്, നോട്ട് സം ജോയ് ബട്ട് ഓൾ ജോയ്, ഓൾ അൺമിക്സ്ഡ് പ്യുവർ ജോയ്. അതാണ് എൻ്റെ അർത്ഥം. Amen. It shows that consider it all joy means pure joy, 100% joy. എൻ്റെ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ വേദന വരുമ്പോൾ പുറമേ കണ്ണുനീരാണെങ്കിലും അകത്ത് സന്തോഷിക്കണമെങ്കിൽ എന്നാ വേണം? Stotram. Praise the Lord. Though when we face trials, even though we are broken, we are sad inside our heart, we need to have a hope inside us, a strong hope in Him. എനിക്കെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാൻ സമയമില്ലാത്തതുകൊണ്ട് ഒരു ഭക്തം പറഞ്ഞ കാര്യം ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. ശ്രദ്ധിച്ച് കേൾക്കണം. വളരെ സീരിയസ് ആണ് ആ വാക്ക്. എങ്ങനെ സന്തോഷിക്കാം? എ ഡീപ് സീറ്റഡ് കോൺഫിഡൻസ് ദാറ്റ് ഗോഡ് നോസ് വാട്ട് ഹീ ഈസ് ഡൂയിങ് ആൻഡ് ദാറ്റ് ഇറ്റ് വിൽ വർക്ക് ഔട്ട് ഫോർ ഹിസ് ഗ്ലോറി ആൻഡ് മൈ ഗുഡ്. എങ്ങനെ സന്തോഷിക്കാമെന്നറിയാമോ? ദൈവം എൻ്റെ ജീവിതത്തിൽ അനുവദിക്കുന്ന എല്ലാ കാര്യവും അവൻ്റെ മഹത്വത്തിനും എൻ്റെ നന്മയ്ക്കുമാണ് കർത്താവ് ചെയ്യുന്നത് എന്ന ഡീപ് കോൺഫിഡൻസ് ഉണ്ടല്ലോ, അതറിഞ്ഞാൽ സന്തോഷിക്കാം. അല്ലാതെ ഒരിക്കലും സന്തോഷിക്കാൻ കഴിയില്ല. How we can consider all trials as joy. A man of God wrote in a very beautiful way. In summary, for we know that in all things God works for the good of those who love Him. എൻ്റെ കഷ്ടത ദൈവം അനുവദിച്ചതാണ്. Amen. It is അതിനകത്ത് കർത്താവിനൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതി അവൻ എപ്പോഴും നന്മ ചെയ്യുന്നവനാണ്. ആ നന്മ എൻ്റെ നന്മയ്ക്കായി ഒരു ദിവസം കൂടി വ്യാപരിക്കും എന്ന ഉറപ്പാണ് കഷ്ടതയിൽ ആ ഓൾ ജോയിയുടെ കാരണം. The strong confidence in all trials is the thing which makes us firm. ഇങ്ങനെ ഒരു സഭയുണ്ടായിരുന്നു. എവിടെയാണെന്നറിയാമോ? 2 Corinthians 8 ഇങ്ങനത്തെ ഒരു സഭയെ കാണാം. We can see a church like this way standing in 2 Corinthians chapter 8. അവിടെ 4 വാക്ക് തമ്മിൽ വൈരുദ്ധ്യമുണ്ട്. 4 വാക്ക് തമ്മിൽ കോൺട്രാസ്റ്റ് ഉണ്ട്. We can see some contrast between verses. ഒന്ന് തുറന്നേ, കൊരിന്ത്യലേഖനമൊക്കെ ഒന്ന് തുറന്നു നോക്കിയേ. 8 അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യം. 2 Corinthians chapter 8 verses 1 through 3. മക്കതോന്യ സഭകൾക്ക് ലഭിച്ച ദൈവകൃപ ഞാൻ നിങ്ങളോട് അറിയിക്കുന്നു. 2-3 വാക്യമാണ്. കഷ്ടത എന്ന കഠിന, എല്ലാവരും ഉറക്കം വായിക്കാമോ? കഷ്ടത എന്ന കഠിന ശോധനയിലായിരുന്നിട്ടും അവരുടെ സന്തോഷ സമൃദ്ധി. ഇതെങ്ങനെയാ ചേരുന്നത്? 2 വാക്കുണ്ടോ? കഷ്ടത, സന്തോഷ, സമൃദ്ധി. രണ്ടാമത്തെ വാക്ക് മഹാദാരിദ്ര്യം, ധാരാളം ഔദാര്യം കാണിപ്പാൻ. കണ്ടോ? എന്താ കാര്യം എന്നറിയാമോ? ആ സഭകൾക്ക്, തെസ്സലോനിക്ക സഭയെ പറ്റിയാ പറയുന്നത്, ആ സഭകൾക്ക് ദൈവം ചെയ്യുന്ന കാര്യങ്ങളെ പറ്റി ഡീപ് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. A beautiful church, Thessalonican church, has a deep confidence in God and His provisions. That's why Paul wrote in 2 Corinthians chapter 8, in a great ordeal of affliction, their abundance of joy and their deep poverty overflowed in the wealth of their liberality. നമ്മൾക്ക് എന്തുകൊണ്ടാ തകർച്ച ഉണ്ടാകുമ്പം അകമേ ദുഃഖം പിടിക്കുന്നതെന്നറിയാമോ? നമ്മുടെ സന്തോഷം എക്സ്റ്റേണലായിട്ടുള്ള കാര്യങ്ങളിലായിരുന്നു. ഇറ്റേണലായിട്ടുള്ള നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് എഴുതി നൽകിയ കാര്യത്തിലായിരുന്നില്ല. അതാണ് നമ്മുടെ ദുഃഖം ഓവർഫ്ലോ ചെയ്തു പോകാൻ കാര്യം. Whenever we faced trials, why we became disappointed? Because our trust was in external matters only. Our trust and our hope was not internally to God. That is the reason we were broken whenever we faced certain trials in our life. നല്ലൊരു എക്സാമ്പിൾ പറയാം, ശ്രദ്ധിച്ചേട്ടെ. Another beautiful example I would like to see. നമ്മുടെ കർത്താവ് 70 പേരെ ശുശ്രൂഷയ്ക്ക് വിട്ട കാര്യം അറിയാം. ലൂക്കിൽ വായിക്കുന്നുണ്ട് 70. In Luke we can see God sent 70 of them. Lord Jesus sent 70 of them. അവർ പോയിട്ട് എന്നാ വന്ന് പറയുന്നേ? That 70 went and
came back with a report. നല്ല രസമായിരിക്കാം. ഭൂതങ്ങളും ഞങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. ഭൂതങ്ങളും ഞങ്ങൾക്ക് കീഴടങ്ങുന്നു. Evil spirits or devils are also subduing us, submitted to us. Or subdued. കർത്താവിന്റെ മറുപടി എന്നാണെന്നറിയാമോ? Not because. ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല, Amen. നിങ്ങളുടെ പേര് ജീവൻ. സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിൽ വേണം സന്തോഷിക്കാൻ. കണ്ടോ, Amen. Then ഒരാള് ഒരു ഗ്രൂപ്പ് ആളുകൾ എക്സ്റ്റേണലി ആനന്ദം കണ്ടെത്താൻ നോക്കിയപ്പം കർത്താവ് തിരുത്തുകയാണ്. നിങ്ങളുടെ അങ്ങനെ കണ്ടെത്തിയാൽ നാളെ ഭൂതങ്ങൾ കീഴടങ്ങുന്നില്ലെങ്കിൽ ആ സന്തോഷം പോകും. പക്ഷേ ആനന്ദം എവിടെ ആയിരിക്കണം എന്നറിയാമോ? നമ്മുടെ പേര് അവിടെ ഉണ്ടെന്നുള്ളതായിരിക്കണം കഷ്ടതയിലെ നമ്മുടെ ആനന്ദത്തിൻ്റെ കാരണം. Amen. That 70 of the people who came back with a report that even the demons are being controlled by us at that time, Lord Jesus said that, do not be happy about that, but be happy because your names are written in the book of life. അശേഷം സന്തോഷം എന്ന് പറഞ്ഞാൽ Consider it all joy. ദുഃഖം കലരാത്ത, കലർപ്പില്ലാത്ത, ഏറ്റവും ഉന്നതമായ, ശുദ്ധമായ, പ്യുവറായ, ഗ്രേറ്റായ ജോയ്. അതാണ് ആ സന്തോഷത്തിന്റെ ക്വാളിറ്റി. The quality of that all joy means it should be pure, it should be complete, and it should be filled. അവിടെ ഒരു വാക്കൂടെ ഉണ്ട്, 3-ാം വാക്യം. നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിലെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്ന് അറിഞ്ഞ്. അങ്ങനെ അതിൻ്റെ അർത്ഥം എന്താ? Knowing that. ചില കാര്യം അറിഞ്ഞാൽ മാത്രമേ ആനന്ദിക്കാൻ കഴിയത്തുള്ളൂ. Certain things we need to know or understand clearly, then only we will be able to rejoice in it. അങ്ങനെങ്കിൽ എന്താ അറിയേണ്ടത്? If that is so, then what do we need to know? സ്പിരിച്വൽ നോളജ് ആൻഡ് സ്പിരിച്വൽ റിയാലിറ്റീസ്. Amen. സഭയിലെ അംഗങ്ങൾ അറിഞ്ഞാൽ മാത്രമേ പരിശോധനയുടെ നടുവിൽ അശേഷം സന്തോഷമെന്ന് അതിനെ എണ്ണാൻ കഴിയത്തുള്ളൂ. അതിനാണ് ആ വാക്ക് അവിടെ എഴുതിയേക്കുന്നത്, അറിഞ്ഞ്. The word, a phrase is mentioned, knowing that. What is that pure meaning? Pure meaning is we all need to have a spiritual knowledge and a spiritual reality of all trials. ഈ യാക്കോബിന്റെ ലേഖനത്തിലെ ഈ വാക്യങ്ങളുടെ ഒരു പോളിന്റെ വേർഷനാണ് റോമൻസ് 5:3-5. ഇതേ കാര്യം പോൾ എഴുതിയേക്കുന്നതാണ്. അവിടെ ആ പദം ഉപയോഗിച്ചിട്ടുണ്ട്. കഷ്ടത സഹിഷ്ണുതയെയും, സഹിഷ്ണുത സിദ്ധതയെയും, സിദ്ധത പ്രത്യാശയെയും ഉളവാക്കുന്നു എന്ന് അറിഞ്ഞ്. Amen. We can see the knowledge of spiritual realities and spiritual truth എന്നാൽ മാത്രമേ സന്തോഷിക്കാൻ കഴിയത്തുള്ളൂ. അതാണ് എൻ്റെ അർത്ഥം. Amen. We need to have a true spiritual knowledge and a spiritual reality. Then only we can consider all trials as joy. അങ്ങനെയാണെങ്കിലേ ഇത് അറിയണമെങ്കിൽ എന്നാ ചെയ്യണം? ഈ സ്പിരിച്വൽ റിയാലിറ്റീസും സ്പിരിച്വൽ ട്രൂത്തും അറിയാനായിട്ട് എന്നാ ചെയ്യണം? If we need to know the spiritual truth and the spiritual reality, what do we need to do? ഞാൻ ആൻസർ പറയാം, ബൈബിൾ വായിക്കണം. Amen. We need to read the word of God. എല്ലാവരും കേട്ടോ, രാത്രി സ്വപ്നം കണ്ടിട്ട് എല്ലാം അറിയുമായിരുന്നു. നമ്മൾ എത്ര സ്വപ്നം കാണുമായിരുന്നു? എനിക്കൊന്നും കിട്ടിയിട്ടില്ല അങ്ങനെയൊന്നും. It will be so beautiful. സ്പിരിച്വൽ റിയാലിറ്റിയും സ്പിരിച്വൽ ട്രൂത്തും അറിയണമെങ്കിൽ റിവീൽഡ് റെവലേഷൻ വായിക്കണം. Amen. അത് വായിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് ഇത് സ്ഥിരതയ്ക്കാണ്, റഫ് എഡ്ജ് കട്ട് ചെയ്ത് കളയാൻ വേണ്ടിയാണ്, ഫെയ്ത്ത് ജെന്യുവിനാണോ എന്ന് അറിയാൻ വേണ്ടിയാണ്, അവൻ്റെ നന്മയ്ക്ക്, അവൻ്റെ മഹത്വത്തിന്, എൻ്റെ നന്മയ്ക്കുമാണ്. വേദപുസ്തകം വായിച്ചാൽ മതി. Hallelujah. How we can understand or how we can know that, how we can have the spiritual truth and spiritual reality only by reading the scripture. വേദപുസ്തകം വായിക്കുമ്പോൾ ഒരു ഫീലിംഗും ഇല്ലാത്ത എന്തുകൊണ്ടാണെന്ന് അറിയാൻ, അങ്ങനെ ഇല്ലാത്തവർക്ക് ഒരു ചില ആളുകൾ വെരി ബോറാണ് വായിക്കുന്നതെന്ന് പറയും. ഒരു കാര്യം ചേർത്ത് പറയാം, സങ്കീർത്തനം മാത്രം വായിച്ചുകൊണ്ടിരുന്നാൽ മനസ്സിലാകുകയില്ല. Certain people ഒരു സന്തോഷമില്ല, ആ ഒരു ഡൗൺ ആണ്, വെതറൊക്കെ ചൂടായി വരികയല്ലേ. സങ്കീർത്തനം മാത്രം വായിച്ചുകൊണ്ടിരുന്ന സ്പിരിച്വൽ റിയാലിറ്റി ഫുള്ള് മനസ്സിലാകുകയില്ലെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. തിരുവെഴുത്ത് വായിക്കണം. We need to read the whole scripture. Just do not concentrate just on Psalms. Spiritual reality മനസ്സിലാക്കാൻ ഒരു ഷോർട്ട് കട്ടും ഇല്ല. There is no shortcut to know the spiritual truth. Read the Bible. Amen. അതുകൊണ്ടാണ് പറഞ്ഞേക്കുന്നത് അറിയണം. And we need to know.
ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നമുക്കറിയത്തുള്ളൂ. അതിന്റെ അപ്രതവകനം അറിയാമോ? എന്ന് നാം അറിയുന്നു. Amen. For we അങ്ങനെ know വാക്യം that. തരുന്നേ. Amen. That Romans 8:28 says, for we know that in all things God worked for the good of those who love him, who have been called according to his purpose. വേദവസം വായിച്ചിട്ട് വായിക്കാൻ ബോർ എന്നാന്നറിയാം. ഞാൻ പറഞ്ഞുതരാം, കാര്യം പറഞ്ഞുതരാം. Why certain people complain that it is usually boring to read Bible? 1 Peter 2, 1 Peter chapter 2-നകത്ത് ഞാൻ സർമൺ പറഞ്ഞിട്ടുണ്ടല്ലോ. ആകയാൽ എല്ലാ ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും എല്ലാ അസൂയയും എല്ലാ നുണയും നീക്കി കളഞ്ഞിട്ട് വേണം. ഇനി കേട്ടെ അവിടെ ഉണ്ട് കാര്യം, വ്യാഖ്യാനിക്കണ്ട. ഇത്ര അങ്ങ് നീക്കി കളഞ്ഞാൽ മതി, വായിക്കുമ്പോൾ മനസ്സിലാവും. ഇല്ലെല്ലാം അറിയാം. അവിശ്വാസി വായിക്കുന്നവരെ കാര്യം എല്ലാ വഞ്ചനയും എല്ലാ ചതിയും എല്ലാ നുണയും മനസ്സിരിക്കുക. വേദവസം വായിച്ചാൽ എല്ലാ ഫീലിംഗ് ഉണ്ടാകാനാ. I will give you a clear answer why you are getting bored when you read scripture. The answer is written very clearly in the book of 1 Peter chapter 2 verse 1. There is an instruction in order to cherish and understand the scripture. We need to do putting aside all malice and all deceit and hypocrisy and envy and all slander. Then പാപത്തെ നീക്കി കളഞ്ഞ പുസ്തകം വായിക്കണം, എന്നാലേ കാര്യം ഗ്രഹിക്കത്തുള്ളൂ. Remove sin from me, then you will be able to clearly understand the scripture. അടുത്ത കേട്ടെ, ചർച്ചിലും വരികയില്ല, വന്നാൽ തൊട്ട് ശ്രദ്ധിക്കത്തുമില്ല, എന്നിട്ട് പ്രയാസം വരുമ്പോൾ കർത്താവിനോട് പിണങ്ങിയിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? നിങ്ങൾ പറഞ്ഞു. There are certain people who don't even come to church, who don't even attend any worships or don't even read the Bible, but when they face certain difficulties, situations, if they started to complain, is there any benefit for that? ഞാനൊരിടത്ത് ബൈബിൾ ക്ലാസ് എടുത്തപ്പോൾ ഒരു വിശ്വാസി എന്നോട് പറഞ്ഞു, ഒരു സാധാരണ വിശ്വാസിക്ക് ഇപ്പോൾ തെസ്സലോനിക്ക ലേഖനം പഠിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു എന്നോട് പറഞ്ഞ. When I was teaching the Bible class in a church, one of the church members told me that an ordinary believer doesn't even need to read the epistles. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, കുഴപ്പമുണ്ട്, ഭയങ്കര കുഴപ്പമുണ്ടെന്ന് പറഞ്ഞു. Then I replied to him, there is a great danger if an ordinary Christian didn't read the epistles or scripture. ചിലത് സ്ഥിരത ഉളവാക്കുന്നു എന്ന് അറിയണമെങ്കിൽ, നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് അറിയണമെങ്കിൽ, കഷ്ടത സഹിഷ്ണുതയും സിദ്ധതയും ഉൽപ്പാദിപ്പിക്കുന്നു എന്ന് അറിയണമെങ്കിൽ read your Bible. Amen. If you get to know the spiritual truth and the spiritual reality, and knowing that the tribulation always brings about perseverance, and perseverance proven character, hope and steadfastness, if we need to do that, we need to read and understand scripture clearly. അവിടുത്തെ സ്ഥിരത എന്നാണെന്നറിയോ? സ്ഥിരത എന്ന വാക്കിൻ്റെ അർത്ഥം എന്നാ അറിയാമോ? വെയിറ്റ് ചുമക്കുക എന്നാ. റിമൈനിങ് അണ്ടർ എന്നാണ് എൻ്റെ അർത്ഥം. ഇങ്ങനെ കഷ്ടത വരുമ്പോൾ ഉണ്ടല്ലോ, നമുക്കിതിങ്ങനെ ചുമന്ന് നല്ല സ്പിരിച്വൽ മസിലാവും. പിന്നെ ഇതിൻ്റെ പ്രത്യേകത തന്നെ അറിയാമോ? നമ്മളെ ഒടിക്കാനല്ല കർത്താവ് ചെയ്യുന്നത്, നമ്മളെ ട്രെയിൻ ചെയ്യാനാണ്. ബാല്യത്തിലെ നുകം ചുമക്കുന്നത് പുരുഷന് നല്ലത്. Amen. When you face difficulties and trials, we will start to bear that, so that our spiritual muscles will get strengthened. It will prove, the perseverance will be coming through that. And also, the tests are not to break you, but in order to mend you. ഒരു മിഷണറിയോട് ഒരാൾ ചോദിച്ചത് ലൈവ് കാര്യമാണ്, ഇപ്പം ജീവിച്ചിരിക്കുന്ന മിഷണറിയാണ്. One missionary who is alive currently, one person asked to that missionary, വളരെ ക്രൈസിസിൽ കൂടെ പോവാ മിഷണറി. that missionary was undergoing through severe trials. Almost 80+ years ഉണ്ട്. He is almost 80+ years. ഒരു സിസ്റ്റർ ആ സഹോദരിയോട് ചോദിച്ചു, എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ? And that sister was asked a question, how are you doing now? ചോദിച്ചു. Yeah, the person who is undergoing trial, that person was asked this question, how are you doing now? അന്നേരം ആ സഹോദരി പറഞ്ഞ ആൻസർ കേൾക്കണോ? ആ സഹോദരി പറയാണ്, ഹിയർ വി ഹാവ് ഓൾ ട്രബിൾസ് ദാറ്റ് ലീഡ് us to know God better. Amen. ഇവിടെ കർത്താവിനെ കൂടുതൽ അടുത്തറിയാനായിട്ടുള്ള എല്ലാ കഷ്ടതകളും ഉണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത്. That daughter replied that here we have all troubles in order to know our God better. ദൈവത്തെ കൂടുതൽ അറിയാനുള്ള എല്ലാ ബുദ്ധിമുട്ടുകൾക്കായി ദൈവത്തിന് സ്തോത്രം. Amen. All the trials which makes us to know clearly God, we need to thank for the trials. സ്ഥിരത എന്ന വാക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ സമയമില്ല, മനസ്സിലായല്ലോ? സ്ഥിരത ഉളവാക്കുന്നു എന്ന് അറിയണം. അശേഷ സന്തോഷം, അതിൻ്റെ അർത്ഥം മനസ്സിലായല്ലോ? എണ്ണണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്നാ?
consider or count it all joy. What is that meaning? റെക്കൺ ചെയ്യണം, Reckon it. ഇവാലുവേറ്റ് ചെയ്യണം. Amen. It is നമ്മുടെ മൈൻഡിനെ വളരെ വിൽഫുൾ ആയിട്ട് ഈ കാര്യങ്ങളെ കൗണ്ട് ചെയ്തിട്ട് പറയണം. സ്ഥിരത ഉളവാക്കാനാണ് ഇത് അനുവദിക്കുന്നതെന്ന് പറയണം. അതിന്റെ പേരാണ് എണ്ണുക. Amen. Count it or consider. It's a financial term. Why? Because knowing that the testing of our faith produces endurance. കോൺഷ്യസ് ജഡ്ജ്മെന്റ്. And we can see a conscious judgment. 3 കാര്യം കിട്ടി. ഞാൻ പെട്ടെന്ന് 4, 5 പറഞ്ഞു നിർത്താം. 4ാമത്തെ കാര്യം ദ റിസൾട്ട് ഓഫ് ട്രയൽ. And the result of trial in verse 4 and 5. അവിടെ 3 കാര്യമുണ്ട്. ദൈവസഭ പിന്നാലെ വായിച്ച് ധ്യാനിക്കണം. 1, സ്ഥിരത ഉളവാക്കുന്നു. First thing is it produces endurance. എന്ന് പറഞ്ഞാൽ ആത്മീയമായി ബലം നൽകുന്നു. It makes us spiritually strong. നമ്മളെ അതിന്റെ അടിയിൽ, മുഖത്തിന്റെ അടിയിൽ വെച്ച് ട്രെയിൻ ചെയ്യിക്കുന്നു. And we are trained under the yoke. ആ യാത്രയിൽ ഈ പരിശോധകനായ നമ്മുടെ കർത്താവ് നമ്മളെ വിട്ട് അകന്നിരിക്കുന്നില്ല. അവന്റെ മുഖം മൃദുവാണ്. അവൻ എന്നോട് ചേർന്ന് എൻ്റെ കൂടെ ഉണ്ടെന്ന് അതിന്റെ അർത്ഥം. പരിശോധകൻ പരീക്ഷകനെ വിട്ട് അകന്ന് ഇരിക്കുന്നില്ല. The testing or the endurance at that time, Lord is not leaving us, but his yoke is easy and his bridle is smooth. So he is always with us, carrying along with us, so that he is training us. 4 പർപ്പസ് ആണുള്ളത്. 1, സ്ഥിരത. Amen. 2, കുറവില്ല. ആ വാക്യം തന്നെ നോക്കിയേ, കുറവില്ലാത്തവരാക്കുക. 3, തികഞ്ഞവരാക്കുക. 4, സമ്പൂർണ്ണരാക്കുക. 4 പർപ്പസ്. There are 4 purposes. One is producing endurance, and the other one is producing a perfect result, and the other one is a complete result, and the 4th one is lacking nothing. തികഞ്ഞവരാക്കുക, സമ്പൂർണ്ണരാക്കുക, കുറവില്ലാത്തവരാക്കുക. ഇതിൻ്റെ എല്ലാ ഒറ്റ അർത്ഥം എന്നാണെന്നറിയാമോ? നമ്മളെ അനുദിനം ക്രിസ്ത്യൻ മെച്യൂരിറ്റിയിലേക്ക് നടത്തി കർത്താവിനോട് അടുക്കും തോറും അവനെ റിഫ്ലക്റ്റ് ചെയ്ത് ജീവിക്കുക, അങ്ങനെ നടക്കുക. ഒരു ദിവസം നടന്ന് നാഥന്റെ അടുക്കലെത്തും. അതാണ് ട്രാൻസ്ഫോർമേഷന്റെ കൾമിനേഷൻ. അതാണ് ഈ ക്രൈസിസിന്റെ പർപ്പസ്. Amen. The purpose of all the crisis is in order to make us holy and make us like God. So we can have perfect result and a complete result, and we do not lack anything, and we will be like God one day. That the culmination of transformation. 4 റിസൾട്ട് കിട്ടിയല്ലോ. 4 results. ഫൈനൽ പോയിന്റ്. The final point. ദ റിസോഴ്സ് ഓഫ് എൻഡ്യൂറിംഗ് ട്രയൽസ്. എങ്ങനെ നമുക്ക് ഈ കഷ്ടത സഹിക്കാം? Amen. The resources provided, how we can suffer these trials. 5ാമത്തെ വാക്യം, നിങ്ങളിൽ ഒരുവന് ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ Hallelujah. ഫൽസിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്നവനായ ദൈവത്തോട് യാചിക്കട്ടെ, ദൈവം അവന് നൽകും. The resource is answered in verse 5. But if any of you lacks wisdom, let him ask of God, who gives to all generously and without reproach, and it will be given to him. എല്ലാവരും കർത്താവിനോട് പറഞ്ഞാൽ മതി, കർത്താവേ, Hallelujah. ഈ ക്രൈസിസിൽ സന്തോഷിക്കാൻ കഴിയുന്നില്ല. Hallelujah. I need thy wisdom. Amen. Whenever you face a അങ്ങനെ trial, പ്രാർത്ഥിച്ചാൽ നൽകാമെന്നാ പറഞ്ഞേക്കുന്നേ. അങ്ങനെ പ്രാർത്ഥിച്ചതുകൊണ്ട് ഫൽസിക്കുകയല്ല, ഔദാര്യമായി കൊടുക്കുന്നവനായ ദൈവത്തോട് യാചിക്കട്ടെ. ലോർഡ്, ഐ നീഡ് സ്പിരിച്വൽ വിസ്ഡം. Amen. We need to approach the throne of grace, and whenever you face the trial, you have to ask for wisdom. Praise the Lord. Hallelujah. അതൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യണം എന്ന് ആഗ്രഹിച്ചായിരുന്നു. Hallelujah. നമുക്ക് ജ്ഞാനത്തിന്റെ കുറവ് എല്ലാവർക്കും ഉണ്ട്. എനിക്കുണ്ട് ജ്ഞാനത്തിന്റെ കുറവ്, നിങ്ങൾക്കുണ്ടാകാം. Amen. ആ ജ്ഞാനത്തിന്റെ കുറവുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ കർത്താവിനോടൊന്ന് പ്രാർത്ഥിക്കാമോ? ലോർഡ്, ഐ നീഡ് യുവർ വിസ്ഡം. എന്നാൽ മാത്രമേ എനിക്കിത് സ്ഥിരതയ്ക്കാണെന്നും തികയാനാണെന്നും സമ്പൂർണ്ണനാക്കാനാണെന്നും കുറവില്ലാത്തവനാക്കാനാണെന്നും മനസ്സിലാകത്തുള്ളൂ. ഐ നീഡ് thy wisdom. Amen. We all lack wisdom. So whenever you face trials, ask God, who will not find any fault in you, and he will provide you generously. Amen. Thank you. Amen. Hallelujah. ഒരു നിമിഷം